അപ്പോൾ നമ്മൾ വീണ്ടും ആലപ്പുഴയിലേക്ക് ഒന്ന് പോകുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആലപ്പുഴയിലെ കുറുവ മോഷണ കേസിലെ റിമാൻഡിൽ കഴിയുന്ന ഏക പ്രതി സന്തോഷ് സെൽവത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ സന്തോഷിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടാളിയെയും പുന്നപ്രയിൽ മോഷണം നടത്തിയ പ്രതികളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ ഇതുവരെ പോലീസ് വിട്ടയച്ചിട്ടില്ല. വിവരങ്ങളുമായി മനീഷ് മഹിവാലാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ആലപ്പുഴക്കാർക്ക് സമാധാനമായി ഉറങ്ങാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ടോ ഈ ഒരു കസ്റ്റഡി അപേക്ഷ എന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? കുറുവാ സ്വപ്നത്തിന്റെ പേടി സ്വപ്നമായി മനീഷ് മഹിവാൽ സംഘം മാറിയെന്നാണ് കേൾവി. മനീഷ്, ഹാഷ്മി, എന്താണെങ്കിൽ ഈ ജനങ്ങളുടെ ഭീതി മുഴുവനായി മാറിയിട്ടില്ല. ഒരു സന്തോഷ് സെൽവത്തെ പിടിച്ചുകൊണ്ടതും കുറുവാ സംഘം ഇവിടെ പിന്നീട് മോഷണ ശ്രമങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലം ജില്ലയിൽ. അതുകൊണ്ട് ഈ സന്തോഷ് സെൽവത്തിനെ കസ്റ്റഡിയിലെടുത്ത് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അയാളുടെ പക്കൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ ഈ പ്രതികളിലേക്ക് വേഗം എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. 7 അംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് കോടതി തലങ്ങളിൽ സ്വാഭാവികമായി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ കസ്റ്റഡിയിൽ വിട്ടു നൽകേണ്ടതാണ്. ആ രീതിയിലുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ വിട്ടു നൽകേണ്ടതാണ്. ഇനി മണികണ്ഠൻ എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതി, ആ പ്രതി ശരിക്കും കുറുവ സംഘത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ സീസണിൽ അയാൾ എവിടെയും ഈ ഇത്തരത്തിൽ മോഷണം നടത്തിയതിനായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇയാൾ വഴിയും മറ്റ് പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. ഇന്നലെ വടക്കൻ പറവൂരിലെ പോലീസും പുന്നപ്ര പോലീസും വന്ന് മണികണ്ഠനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാൾക്ക് അവിടെയും പങ്കില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. പക്ഷെ ജില്ലയിൽ വന്നിട്ടുള്ള ഈ 14 പേരാണ് ജില്ലയിലും സംസ്ഥാനത്ത് ആകെ കുറുവ സംഘത്തിൽ ഈ സീസണിൽ വന്നിട്ടുള്ളതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിലധികം പേരും ഭൂരിഭാഗം പേരും തിരിച്ച് മടങ്ങി തമിഴ്നാട്ടിലേക്ക് പോയി. അതായത് ഇവിടെ പോലീസ് സംഘം ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാടടച്ചുള്ള ഒരു തെരച്ചിൽ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ സംഘത്തിലെ അധികം പേരും തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ചും തമിഴ്നാട് പോലീസിന്റെ സഹായവും വേണം. അതുകൊണ്ട് തന്നെ പോലീസ് തിരക്കിട്ട ഒരു നീക്കം നടത്തുന്നത് CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഇവരെ പിടികൂടാറ്. നേരത്തെ സന്തോഷ് സെൽവത്തെ പിടികൂടിയത് ഇയാളുടെ ഇടനെഞ്ചിലുണ്ടായിരുന്ന ഭാര്യ ജ്യോതിയുടെ പച്ച കുത്തിയ ഭാഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. അതുപോലുള്ള എന്തെങ്കിലും മാർക്കുകളും ഈ ഇവരുടെ ശരീരഭാഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആയിരിക്കും അന്വേഷണം നടത്തുക. കാരണം തമിഴ്നാട് പോലീസിൽ നിരവധി കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അറിയിച്ചാൽ ചിലപ്പോൾ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇന്ന് പോലീസ് സംഘത്തിന് നിർണായക ദിവസമാണ്. ഈ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വളരെ വേഗത്തിൽ മറ്റു പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഹാഷ്മി, ക്രിസ്റ്റീന. കുറുവാ സംഘം ഭീതിപൂർവ്വം മാറ്റിയിട്ടില്ല അവിടെ. അതെ, അവിടെ ദാസനും വിജയനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ഒരല്പം ഭീതി കുറഞ്ഞിട്ടുണ്ട്. ദാസനും വിജയനും മനീഷും സുഹൈലും. എന്തായാലും മനീഷിന്റെ നേതൃത്വത്തിൽ കുറുവാ സംഘത്തെ വട്ടം കറക്കാന്നാണ് പറയുന്നത്. കുറുവാ സംഘം മനീഷിനെ പേടിച്ച് പുറത്തോട്ടിറങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. മനീഷും സുഹൈലൊക്കെ കയ്യിലെടുത്ത് രാക്കാലങ്ങൾ കറങ്ങിടക്കാൻ പറഞ്ഞത്. അപ്പൊ കാരണം പുതിയ ഏതോ സംഘം ഇറങ്ങിയോന്നാണ് അവരുടെ ഒരു ചിന്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞാണ്, എത്ര കണ്ടാലും എടുക്കാത്ത കൊച്ചിയുടെ കായലോരത്താണ്, മനോഹര കായലോരത്ത്. അവിടെ ഒരു വലിയ അത് ബോട്ട് തന്നെയാണല്ലോ, തോന്നില്ല ബോട്ടല്ലേ? അതാ അവിടെ ഒരു വലിയ ബോട്ട് കാണാം. മറ്റൊരു ബാർജ് ഇങ്ങനെ മന്ദം മുന്നോട്ടൊക്കെ നീങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന അത്ര സ്പീഡ് കുറവല്ല, അതിന് കുറച്ചുകൂടെ സ്പീഡ് ആ ബാർജിനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അത്ര സ്പീഡില്ലാന്ന് തോന്നുന്നുണ്ട്. ഓളപ്പരപ്പിന് മുകളിൽ പാറിക്കളിക്കുന്ന പോള എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇതൊക്കെ വാരിക്കളയേണ്ട സാധനമാണ്. ഒരു അല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദൃശ്യഭംഗി ഉണ്ടെങ്കിൽ ഹാഷ്മി, ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോ ഈ ബോണി മുട്ടട വിഷിംഗ് യു both a beautiful good morning from Oklahoma, USA. നാൽക്കുളിക്കുന്നു രാവിലെ ഓക്ലഹോമ എന്നൊക്കെ പറഞ്ഞിട്ട്. മിനി ബാബു ചേച്ചി ഇപ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മലബാർ വാലി 24 ന്യൂസ് ഒരു മാരത്തോൺ മത്സരം സംഘടിപ്പിക്കണമെന്ന് പറയുന്നു. ആഷാവി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നാണ് ഒരു ഹായ് പറയാൻ 2 ഹായ് പറഞ്ഞിരിക്കും. പിന്നെ ജോസ്വിൻ ജോസഫ്, ഹാഷ്മി ബ്രോ ഇന്നലത്തെ കലാശക്കൊട്ട് കഴിഞ്ഞ് മടുത്തില്ലേ? എവിടെ മടുക്കാൻ, റീന സതീശൻ രാവിലെയുള്ള നടത്തം അത് 4:30 എഴുന്നേറ്റ് ചെറുതായൊന്ന് ഫ്രഷ് ആയിട്ട് 4:45 5 മണിയാകുമ്പോൾ നടന്ന് 6:10 വീട്ടിലെത്താൻ അടുക്കളയിൽ കയറാൻ ഒരു പ്രത്യേക ഊർജ്ജമാണ്. വെരി നൈസ്. മുഹമ്മദ് പറയുന്നുണ്ട്, പെരിയാട്ടയിൽ എവിടെയും ഭീതിയില്ല, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അടപ്പ് കൂട്ടി സ്ഥലം വിടാമെന്ന്. മുഹമ്മദ് ആരോടാ പറയുന്നത്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് കലാശക്കൊട്ടിനെ പറ്റി പറഞ്ഞു. കലാശക്കൊട്ട് എന്ന് പറയുമ്പോഴേക്കും ഈ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയും, നമ്മളെ വലിയ ശബ്ദമാണ്, വൻ സൗണ്ടാണ്, ഒരു നിവൃത്തി ഉണ്ടാവില്ല. ചുറ്റും വലിയ ഇരമ്പമായിരിക്കും.
സ്റ്റുഡിയോയിൽ ഇപ്പോൾ SKനും S വിജയകുമാറും ചോദിക്കും നമുക്ക് കേൾക്കാനേ പറ്റത്തില്ല. പിന്നെ ഏതാണ്ട് രൂപം വെച്ചിട്ട് ഹാഷ്മി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഊഹം വെച്ചിട്ട് അങ്ങ് തുടങ്ങുന്നതാണ്. തുടങ്ങി നമ്മൾ പറയും നമുക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരവമാണ് കലാശക്കൊട്ടുകൾക്ക് പൊതുവെ. അപ്പോൾ അങ്ങനെ കലാശക്കൊട്ട് റിപ്പോർട്ടിംഗ് ഒരു വ്യത്യസ്തമായ റിപ്പോർട്ടിംഗ് ആണ്. കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടിംഗ് പോലെയല്ല. അത് നിറയെ ജനസമൂഹത്തിനിടയിൽ വലിയ ആൾത്തിരക്കിനിടയിൽ നമ്മുടെ ഈ ഗ്രൂപ്പില് നമ്മളോട് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഗ്രൂപ്പിൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് പോലും ഭയങ്കരമായി